ഹലോ, ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഗെറ്റ് റെഡി വിത്ത് മീ കുഞ്ഞാണെന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇവിടെ മുഖത്ത് ഒരു അലങ്കോല പണികൾ ഉപയോഗിക്കുന്നില്ല. വെറും പൊട്ട് മാത്രമേ വെക്കുന്നുള്ളൂ. ഒരു ടാൽക്കം പൗഡർ പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. സക്കീർ ഭായ്ക്കുണ്ടോ ആ ധൈര്യം ഒരു ടാൽക്കം പൗഡർ പോലും ഇടാതെ പബ്ലിക്കായിട്ട് വെളിയിൽ പോകാൻ? പക്ഷെ ഞാൻ ആ ധൈര്യം കാണിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ പോകുന്നത് ഒരു ഹോസ്പിറ്റൽ വിസിറ്റിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മുഖത്തൊരു മിസ്അലൈൻമെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ എൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സത്യത്തിൽ സർജറി കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം 10-22 ദിവസത്തിന് ശേഷം ഞാൻ ആദ്യമായി ക്യാമറ ഫേസ് ചെയ്യുന്നതാണ് ഇന്ന്. അപ്പോൾ ആ മുഖത്തുള്ള ആ ഒരു മിസ് അലൈൻമെൻറ്റ് അതിൻ്റെതാണ്. അത് 2-3 മാസത്തിനകത്ത് ശരിയാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഗെറ്റ് റെഡി ആവലാണിത്. അപ്പോൾ തീരെ കുറയ്ക്കേണ്ടെന്ന് കരുതി തലേന്ന് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ഒരു ചെരുപ്പ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണ്. ഓർഡർ ചെയ്ത് 2-3 ആഴ്ചയെങ്കിലും എനിക്ക് കിട്ടിയത് ഇന്നലെയാണ്. അപ്പോൾ പിന്നെ ഒരു കുറവ് അതിന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതും എടുത്തിട്ടുകൊണ്ടാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നത്. കുറേ നാളായി സത്യത്തിൽ 2 വീലറിൽ പുറത്ത് പോയിട്ട് ഈ സർജറി ആയത് കാരണം. അപ്പോൾ ഇന്ന് 2 വീലറിൽ പോവുകയാണ്. ഞാൻ ഈ റോഡും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടെന്ന് വെച്ചു. ഇത് ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയുടെ റോഡാണ്. എന്ത് ഭംഗിയല്ലേ! എന്തുകൊണ്ടാണ് ഗവൺമെൻറ് 8 എടുത്തതിന് ശേഷം മാത്രം ലൈസൻസ് തരുന്നത് ഈ റോഡിലൂടെ വണ്ടി ഓടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വെറും 8 പോരാ, 8888 തന്നെ എടുക്കണം ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആ സാഹസിക യാത്രയൊക്കെ നടത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ ഇനി ഞങ്ങൾ പോയി ഡോക്ടറിനെ കണ്ട് ഫോളോ അപ്പ് വിസിറ്റൊക്കെ നടത്തി തിരിച്ചു വരാൻ. ടാറ്റാ, ബൈ ബൈ, സീ യു.